ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, നമുക്ക് ഇന്ന് ദൈവവചനം നമ്മൾ ശ്രവിക്കുമ്പോൾ നമുക്കറിയാം പലവിധ ആകുലതകളിലൂടെ, പലവിധ ടെൻഷനിലൂടെയൊക്കെ ജീവിതം കടന്നു പോകുന്നവരാണ് ഒട്ടുമിക്ക ആളുകളും. പലരും ദൈവവചനത്തിന് മുൻപിൽ ആദ്യമായി കടന്നു വരുമ്പോഴും സ്ഥിരമായി വരുന്ന പലരും ഒരു ആശ്വാസം തേടിയ വചനത്തിന് മുൻപിൽ വരുന്നത്. പക്ഷെ പലപ്പോഴും ആ ആശ്വാസം തേടി വചനത്തിന് മുൻപിൽ വരുമ്പോൾ തന്നെ പലപ്പോഴും ദൈവവചനം നമ്മളെ കുറ്റപ്പെടുത്തുന്നു, ദൈവവചനം നമ്മളെ തെറ്റുകൾ തിരുത്തുന്നു, നമ്മുടെ കുറവുകളെ കണ്ടെത്തുന്നു. സത്യവചനത്തിൽ പറഞ്ഞിരിക്കുകയാണ്, സത്യം നിങ്ങൾ അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഒരുപക്ഷെ നമ്മളെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ തന്നെ, നമ്മൾ ഹൃദയത്തെയോ മനസ്സിനെയോ വേദനിപ്പിക്കുകയാണെങ്കിൽ തന്നെ ഒരു കാര്യം ഉറപ്പാ, ആ ദൈവവചനം നമ്മളെ വിടുവിക്കുവാനാണ് അത് കടന്നു വരുന്നത്. ആ സത്യവചനം നമ്മളെ വിടുവിക്കുവാനാണ്, ആ സത്യം ബോധ്യം നൽകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. നമ്മളത് ഉൾക്കൊണ്ടേ പറ്റൂ. എൻ്റെ കോളേജ് ടൈമിൽ സാധാരണ ഈ പാർട്ടി പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഏതെങ്കിലും ഒരു സ്റ്റുഡൻസ് ഫെഡറേഷനിൽ പ്രവർത്തിക്കുന്നവരായിരിക്കും മിക്കവരും കോളേജിൽ, പ്രത്യേകിച്ചൊരു കലാലയ ജീവിതം എന്നൊക്കെ പറയുന്നത് ഒട്ടുമിക്കവർക്കും അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പം ഞാനും എൻ്റെ കോളേജ് ലൈഫിൽ ഇതുപോലെ തന്നെ ചില രാഷ്ട്രീയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ സ്വാഭാവികമായും ഈ കോളേജ് രാഷ്ട്രീയത്തിൽ വരുന്ന ആളുകളെ കാര്യമായ ആരും അറിയപ്പെടാൻ സാധ്യതയില്ല. അപ്പോൾ ഈ അറിയാൻ സാധ്യതയില്ലാത്ത ആളുകളുടെ മുൻപിൽ നമുക്ക് എങ്ങനെയെങ്കിലും അറിയപ്പെടണം എന്ന ആഗ്രഹമായിരിക്കും മിക്കവർക്കും. പ്രത്യേകിച്ച് ഈ കോളേജ് രാഷ്ട്രീയത്തിൽ വരുമ്പോൾ ഒട്ടുമിക്കവർക്കും അത് തന്നെയായിരിക്കും സാധ്യത. അപ്പോൾ നമ്മളൊരു ഉയർന്ന ഒരാളെ കാണാൻ പോവുകയാണ്. ഒരുപക്ഷെ MLA യോ MP യോ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഉയർന്ന വ്യക്തിയെ നമ്മൾ കാണാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ കാണാൻ പോകുമ്പോൾ എപ്പോഴും ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ കൂടെ ഒരു ശിങ്കിടി ഉണ്ടാവും. അതായത് ഉയർന്ന ആൾ, ഇപ്പോൾ യൂണിറ്റ് പ്രസിഡൻറ്റ് എന്നൊക്കെ പറയാമല്ലോ, കോളേജിലെ പാർട്ടിയുടെ യൂണിറ്റ് പ്രസിഡൻറ്റ് പോവുകയാണെങ്കിൽ പ്രസിഡൻറ്റും സെക്രട്ടറിയും കൂടി ആയിരിക്കും പോകുന്നത് ഒരു MLA നെ കാണാൻ പോകുമ്പോൾ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ പോകുന്ന വഴിക്ക് പരസ്പരം പറയും, എടാ നീ എന്നെ പരിചയപ്പെടുത്താം, ഞാൻ നിന്നെ പരിചയപ്പെടുത്താം. കാരണം നമ്മൾ രണ്ടുപേരെയും MLA ക്ക് അറിയാൻ ചാൻസ് ഇല്ലല്ലോ. നമ്മൾ ഈ കോളേജിലെ ഇന്ന പാർട്ടിയുടെ പ്രസിഡൻ്റ് ആണെന്നും ഇന്ന പാർട്ടിയുടെ സെക്രട്ടറി ആണെന്നും അപ്പോൾ സ്ഥിരം ചെയ്യുന്ന ഒരു പരിപാടി. അപ്പം അവിടെ ചെന്നിട്ട് പറയും, ഇദ്ദേഹം ഇന്ന ആളുടെ മകനാണ്, കോളേജിൽ ഭയങ്കരമായി പ്രവർത്തിക്കുന്ന, നമ്മുടെ പാർട്ടിക്ക് വേണ്ടി തേജസ്സും ഒക്കെ ആയിട്ട് പൂർണ്ണമായി പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ അത്രയും ആത്മാർത്ഥമായി ചെയ്യുന്ന നമ്മുടെ സെക്രട്ടറിയാണ് എന്ന് പറഞ്ഞിട്ട് അവൻ ഇങ്ങോരെ പരിചയപ്പെടുത്തും, ഇങ്ങോരെ മറ്റേ പുള്ളിനെ പരിചയപ്പെടുത്തും. അങ്ങനെ പരസ്പരം പരിചയപ്പെടുത്തുന്നൊരു പരിപാടി സ്ഥിരമായിട്ടുണ്ട്. ഇത് എൻ്റെ അനുഭവമാണ്. ഇത് മാത്രമല്ല, മിക്ക കോളേജ് രാഷ്ട്രീയത്തിലുള്ള എല്ലാവർക്കും അറിയാം ഈ ഒരു കാര്യം. ഇതൊരു സത്യമായ കാര്യമാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ഒരു ചിന്ത, പ്രവാചകന്മാരും ഇനി വേണ്ട ദൈവവും ഇങ്ങനെ തന്നെയായിരിക്കും പരിചയപ്പെടുത്തുക. ദൈവം വന്നിട്ട് എൻ്റെ പേര് ദൈവം എന്നാണ്, അപ്പോൾ ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാനാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുന്ന ഒരു ദൈവമാണോ നമ്മുടെ ദൈവം? അല്ല, അങ്ങനെ ഒരാൾ പരിചയപ്പെടുത്തിയാൽ ആ ആളെ നമ്മൾ ദൈവമായിട്ട് അംഗീകരിക്കും. ദൈവത്തിൻ്റെ പ്രവൃത്തി അവനിൽ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, ഓക്കെ എൻ്റെ ദൈവം ഇതാണ്. ഇങ്ങനെ പലരും ദൈവവചനത്തിലേക്ക് വരുമ്പോഴും, ക്രിസ്തുവിലേക്ക് വരുമ്പോഴും, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കുമ്പോഴും പലരുടെയും ഈ ചിന്താധാര എങ്ങനെയൊക്കെയാണ്, നമ്മുടെ ദൈവം എപ്പോഴാണ് എൻ്റെ അടുത്ത് വന്ന് ഞാനാണ് ദൈവം എന്ന് പറയുക, അല്ലെങ്കിൽ എങ്ങനെയാണോ ഒന്ന് തിരിച്ചറിയാൻ പറ്റുക? ഞാൻ എൻ്റെ ലൈഫിൽ, എൻ്റെ ജീവിതത്തിൽ ഏകദേശം 26 വയസ്സ് വരെ ഞാനും വിചാരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ചിന്ത ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഞാൻ വിചാരിച്ചു ഞാൻ ആരാധിക്കുന്ന ദൈവത്തെ തന്നെയാണെന്നുള്ള ചിന്തയായിരുന്നു. പക്ഷേ ക്രിസ്തുവിനെ അറിയുകയും ദൈവവചനത്തിലൂടെ പലതും പരിശോധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. 26 വയസ്സ് വരെ അപ്പനമ്മമാർ തന്ന ഒരു വിശ്വാസം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു എന്നല്ലാതെ ആ ദൈവത്തെ ഞാൻ അറിയില്ലായിരുന്നു, ആ ദൈവത്തെ എനിക്ക് യാതൊരുവിധ പരിചയമില്ലായിരുന്നു. മാത്രമല്ല, എൻ്റെ ചിന്താഗതിയിൽ നിന്നും പൂർണ്ണമായി വ്യത്യസ്തമായിരുന്നു ദൈവത്തിൻ്റെ വചനങ്ങളും ദൈവത്തിൻ്റെ ചിന്താഗതികളും. മിക്ക കാര്യങ്ങളും അങ്ങനെയായിരുന്നു. ഇത് പലരുടെയും ഒരു പ്രശ്നമാണ്, പ്രത്യേകിച്ച് യുവാക്കളുടെ ഒരു പ്രശ്നം. അതുകൊണ്ടാണ് ഇന്ന് നിരീശ്വരവാദമൊക്കെ ഒട്ടനവധിയായിട്ട് വളർന്നു വരുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. പല യുവാക്കൾക്കും ദൈവത്തെ അറിയുന്നില്ല. ഇനി അവർ ചിന്തിച്ചു വച്ചിരിക്കുന്നതും അവരുടെ പിതാക്കന്മാരിൽ നിന്നും തലമുറയായി കൈമാറി വന്നിരിക്കുന്നതിലും പലതിലും അവർ നോക്കുമ്പോൾ ചിലത് മിത്തോളജി ആയിരിക്കാം, ചിലത് തെറ്റായ രീതികൾ ഉണ്ടാകാം. ഇനി ആ വിശ്വാസത്തിൽ തന്നെ ചില വ്യക്തികൾ തെറ്റ് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ അവരെ നോക്കിയിട്ട് ഈ വിശ്വാസം അത്രയൊന്നും നല്ലതല്ലെന്നേ എന്ന് ചിന്തിക്കുന്നവരും നമ്മുടെ ഇടയിൽ ഒരുപാടുണ്ട്. നമ്മളിന്ന് വചനത്തിലൂടെ ഒരു വിശ്വാസത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു പോവുകയാണ്. നമുക്കെല്ലാം പരിചിതമായ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായമാണ് നമ്മൾ ഇന്ന് ഒന്ന് വചന ചിന്തയ്ക്ക് വേണ്ടി എടുക്കുന്നത്. അവിടെ നമുക്കറിയാം, ഒരു വ്യക്തിയെ
കിടക്കയോടുകൂടെ അല്ലെങ്കിൽ കട്ടിലോടുകൂടെ കൊണ്ടുവന്ന ഒരു സംഭവമാണ് നമ്മളവിടെ വായിക്കുന്നത്. 1-ാം വാക്യം മുതൽ നമ്മളൊന്ന് വായിച്ച് ഇന്നത്തെ വചന ചിന്തയിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. യേശു തോണിയിൽ കയറി കടൽ കടന്ന് സ്വന്തം പട്ടണത്തിലെത്തി. അവർ ഒരു തളർവാദ രോഗിയെ ശയ്യയോടെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവരുടെ വിശ്വാസം കണ്ട് അവൻ തളർവാദ രോഗിയോട് അരുളി ചെയ്തു, മകനെ, ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ 2 കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഒന്ന്, അവന്റെ ശയ്യയോടെ, അവന്റെ കട്ടിലോട് കൂടെ തന്നെ എന്ത് ചെയ്തു? ഈ വ്യക്തികൾ കൊണ്ടുവന്നു. യേശുവിന്റെ മുൻപിലേക്ക് ആ കട്ടിലേപ്പാടെ കൊണ്ടുവന്ന് യേശുവിന്റെ മുമ്പിൽ നിർത്തി. നമ്മൾ മറ്റൊരു സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, മേൽക്കൂര പൊളിച്ചിട്ടാണ് അവനെ താഴോട്ട് ഇറക്കിയത് എന്നും കൂടെ വായിക്കുന്നുണ്ട്. പലപ്പോഴും വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമുക്കറിയാം, മേൽക്കൂര നമ്മളിന്ന് കേരളത്തിൽ കാണുന്ന പോലെയുള്ള മേൽക്കൂരയല്ല. അന്നത്തെ ഇസ്രായേലിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ എന്താവട്ടെ, ആ മേൽക്കൂര പൊളിച്ചിട്ട് ആ വ്യക്തിയെ താഴോട്ട് ഇറക്കാൻ കാണിച്ച അവരുടെ ഒരു മനസ്സുണ്ടല്ലോ, ആ മനസ്സിനെ യേശു വളരെയധികം പ്രശംസിക്കുക. അതാണ് നമ്മൾ ആ വാക്യത്തിൽ വായിച്ചത്. യേശു എന്താ പറഞ്ഞത്? യേശു ആ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ യേശു പറഞ്ഞ വാക്യം നമ്മളൊന്ന് വായിക്കാം. അവരുടെ വിശ്വാസം കണ്ട് അവൻ തളർവാദ രോഗിയോട് അരുളി ചെയ്തു. തളർവാദ രോഗിയോട് അരുളി ചെയ്തു. ആരുടെ വിശ്വാസം കണ്ട്? തളർവാദ രോഗിയുടെ വിശ്വാസമായിരിക്കും? അല്ല, ആ കൊണ്ടുവന്നവരുടെ വിശ്വാസം. അപ്പോ ആ കൊണ്ടുവന്നവരുടെ വിശ്വാസം എന്തായിരിക്കും? ഇവൻ ദൈവമാണെന്ന് വിശ്വസിച്ചിട്ടായിരിക്കും ഒരുപക്ഷെ യേശുവിനെ അവിടെ കൊണ്ടുവരുന്നത്. നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ, ബൈബിൾ പരിശോധിച്ചാൽ അല്ല, അവർക്ക് ദൈവമാണെന്നുള്ള വിശ്വാസമില്ല. പക്ഷേ ഇവൻ അത്ഭുതം ചെയ്യാൻ കഴിവുണ്ട്, അല്ലെങ്കിൽ ഈ തളർന്നു കിടക്കുന്ന മനുഷ്യനെ എഴുന്നേൽപ്പിച്ച് നടത്താനുള്ള എന്തോ ഒരു ശക്തി ഇവനിൽ പ്രവർത്തിക്കുന്നുണ്ട്, അതിനുള്ളൊരു കഴിവ് ഇവനുണ്ട് എന്ന് വിശ്വസിച്ചിട്ടാണ് യേശുവിൻ്റെ അടുത്തോട്ട് ഈ തളർവാദ രോഗിയെ കട്ടിലോടുകൂടെ കൊണ്ടുവന്ന് നിർത്തിയത്. അപ്പോൾ യേശു അവിടെ പറയുകയാണ്, അവരുടെ വിശ്വാസം യേശു കണ്ടു. ആ വിശ്വാസത്തെ കണ്ടുകൊണ്ടാണ് യേശു അവിടെ വാക്കുവച്ചിരിക്കുന്നത്. പലപ്പോഴും നമുക്കറിയാം, നമ്മളൊരാള് ദൈവവചനത്തിലേക്ക്, സത്യവചനത്തിലേക്ക്, ക്രിസ്തു പറയുന്ന ക്രിസ്തു മാർഗത്തിലേക്ക് നമുക്ക് കൊണ്ടുവരിക അത്ര ഈസിയല്ല. ഒരു വലിയ ദുർഘടമായൊരു പാതയാണ്. എന്നാൽ ഒരു വ്യക്തിയെ നമുക്ക് വിളിച്ചു വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രയറിന് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഒരു നൊവേനയ്ക്ക് കൊണ്ടുപോകാം, കൃപാസനം പോലെയുള്ള സ്ഥലത്തേക്ക് പെട്ടെന്ന് വേണമെങ്കിൽ കൊണ്ടുപോകാം. വാ മോനെ, നിന്നെ ദൈവം അനുഗ്രഹിക്കും, നിന്റെ രോഗം ഇപ്പം അവിടെ ചെല്ലുമ്പോൾ തന്നെ വിടുവിക്കും, നീ വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃപാസനത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇങ്ങനെ അത്ഭുതങ്ങൾ നടക്കുന്ന, നൊവേനകൾ നടക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നേർച്ചകളും കാഴ്ചകളും ഒക്കെ ഉള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ ഈസിയാണ്. വളരെ പെട്ടെന്ന് വരും. വെറുതെ ഒന്ന് വിളിച്ചാൽ മതി, വെറുതെ ഒന്ന് പറഞ്ഞാൽ മതി, ഇവർ ചാടി വരും. പക്ഷെ 3 ദിവസം ദൈവവചനം കേട്ട് സത്യവചനം നിന്നെ വിടുവിക്കും, നീ സത്യം അറിഞ്ഞാൽ നിന്നെ സ്വതന്ത്രനാക്കുന്ന ഒരു വചനമുണ്ട് എന്ന് പറഞ്ഞാൽ എത്ര പിടിച്ചാലും എത്ര വലിച്ചാലും ചിലർ വരില്ല. കാരണം എന്താ? വചനത്തിലേക്ക് വരാൻ വലിയ പാടാണ്. പക്ഷേ ഇങ്ങനെയുള്ള ആചാരങ്ങളിലേക്കോ അനുഷ്ഠാനങ്ങളിലേക്കോ, ഒരു ഊട്ടുനേർച്ചയുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ആളുകൾ ഓടി വരും. ഊട്ടുനേർച്ച, സദ്യ ഉണ്ടല്ലോ, എന്തായാലും പോകുന്ന കാശ് വേസ്റ്റ് ആവില്ല, നമ്മൾ വണ്ടിക്കാശ് എന്തായാലും മുതലാവും എന്നറിയാം. അപ്പോൾ അതുകൊണ്ട് ചാടി വരും. പക്ഷെ സുവിശേഷം കേൾക്കാൻ പണ്ട് നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. നീ മരുഭൂമിയിൽ പോയി ദൈവത്തെ ആരാധിക്കാൻ വിടുക എന്ന് ഫറവോയോട് കൽപ്പിച്ചപ്പോൾ മോശ പറഞ്ഞപ്പോഴും ഫറവോ പറയുന്നത് അത് തന്നെയാണ്, ഹൃദയം കഠിനമാകും. ഫറവോയുടെ ഹൃദയം കഠിനമായതുപോലെ തന്നെ ഇന്ന് പലരുടെയും ഹൃദയം കഠിനമാണ്. ദൈവവചനത്തിലേക്ക് വരാൻ ഭയങ്കര പാടാണ്. പക്ഷേ മറ്റെന്തിനും, ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ നേർച്ച കാഴ്ചയ്ക്കോ, എടപ്പള്ളി പള്ളി ഇപ്പോൾ ഒരു കോഴീനെ വെച്ച് തിന്നാമെന്ന് പറഞ്ഞാലോ, ഇനി ബാറിലേക്ക് വിളിച്ചാലും വരും, ബാക്കി എന്തിനു വിളിച്ചാലും വരും. പക്ഷേ സുവിശേഷത്തിൻ്റെ അകത്തോട്ട് ക്രിസ്തുവിനെ അറിയാൻ വിളിച്ചാൽ വരാൻ വലിയ പാടാണ്. അതിന് ഏറ്റവും പ്രധാനമായി യേശു പറയുന്ന ഒരു കാര്യമാണ്, വിശ്വാസം കണ്ടാണ് യേശു അവരുടെ മേൽ അത്ഭുതം പ്രവർത്തിച്ചത്. ആരുടെ വിശ്വാസം? ആ കൊണ്ടുവന്നവരുടെ വിശ്വാസം. യഥാർത്ഥത്തിൽ ആ കൊണ്ടുവന്നവർക്ക് വിശ്വാസം ഉണ്ടെങ്കിലേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഒരുവനെ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ. അതായത് ലിമിറ്റഡ് ആയിട്ട് ഒരു വിശ്വാസമാണ് എന്നിലെങ്കിൽ എനിക്ക് ഒരാളെയും കൈ പിടിച്ച് ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാൻ പറ്റത്തില്ല. എന്നാൽ നിന്റെ വിശ്വാസം ശക്തമാണെങ്കിൽ, നിന്റെ വിശ്വാസം ശ്രേഷ്ഠമാണെങ്കിൽ, നിന്റെ വിശ്വാസം ബലപ്പെട്ടതാണെങ്കിൽ കർത്താവ് പറയുക, അവനെ നിനക്ക് ഏത് പ്രതിസന്ധിയുടെ നടുവിലും ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് നിനക്ക് എത്തിക്കാൻ പറ്റും. അവിടെ ജനം കൂടിയാലും, മേൽക്കൂര പൊളിച്ചിട്ടായാലും, കട്ടിലേപ്പാടയാണെങ്കിലും എല്ലാ പ്രതികൂലങ്ങളെ മാറ്റി അവനെ ക്രിസ്തുവിൽ എത്തിക്കാൻ നിനക്ക് സാധിക്കും. അതാണ് ദൈവവചനം പറയുന്നത്, അവരുടെ വിശ്വാസം കണ്ടു. ആ വിശ്വാസം കണ്ട് യേശു എന്താ പറഞ്ഞേ? യേശു പറഞ്ഞ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. അവരുടെ വിശ്വാസം കണ്ട് അവൻ തളർവാദ രോഗിയോട് അരുളി ചെയ്തു, മകനെ, ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. യേശു പറഞ്ഞ വാക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് പറഞ്ഞത്. യേശു അവന്റെ രോഗത്തെ നോക്കിയില്ല,
അവൻ്റെ തളർവാദത്തെ നോക്കിയില്ല, അവൻ്റെ കഷ്ടത, ഇതൊന്നുമല്ല യേശു നോക്കുന്നത്. യേശു കണ്ട കണ്ണ് എന്താണെന്ന് നോക്കുക, അവൻ്റെ പാപത്തെ കണ്ടു. നമ്മൾ നല്ലൊരു ഡോക്ടറാണ് നമ്മളെ ചികിത്സിക്കുന്നതെങ്കിൽ ആ ഡോക്ടർ എന്ത് ചെയ്യും? എപ്പോഴും ആ ഡോക്ടർ ചെല്ലുമ്പോൾ തന്നെ ഇപ്പോൾ എക്സ്റേയും വേണ്ട, സ്കാനും വേണ്ട, ഇങ്ങനെ വേണ്ട 100 കൂട്ട ടെസ്റ്റുകളൊന്നും വേണ്ട. ആ രോഗത്തിൻ്റെ ലക്ഷണം കാണുമ്പോഴേ പറയും ഇതിൻ്റെ കാരണം എന്താ, ഇതിൻ്റെ പുറകിൽ കിടക്കുന്ന കാരണം എന്താണെന്ന് കൃത്യമായി പറയാൻ കഴിയും. പക്ഷെ പുതിയ ഒരുപക്ഷെ എക്സ്പീരിയൻസ് ഇല്ലാത്ത വ്യക്തിക്ക് അത് പറ്റത്തില്ല. ക്രിസ്തു വളരെ ക്ലിയറായി പറയുകയാണ്, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിന്നെ തളർത്തിയിട്ടിരിക്കുന്നത്, നിന്നെ ഈ കിടക്കയിൽ കിടത്തിയിരിക്കുന്നതിൻ്റെ കാരണം നിന്റെ പാപമാ എന്ന് പറഞ്ഞ് കൃത്യമായി യേശു പറയുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. യേശുവിന് മറ്റൊരു കാര്യമുണ്ട്. ഈ സ്നാപക യോഹന്നാൻ യേശുവിനെ ചൂണ്ടിയിട്ട് പറയുന്നത്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യേശു ഒരു വ്യക്തിയെ നോക്കി നീ പാപിയാണെന്ന് പറയുന്നില്ല. ഇപ്പൊ ഒരു പാപിയെ യേശുവിന്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോഴും യേശു പറയുന്നത് വളരെ ക്ലിയറാ. യേശുവിനെ അറിയാം അവൻ്റെ പാപത്തെക്കുറിച്ച്, പക്ഷേ യേശു അവനെ പാപി എന്ന് വിലർ ചൂണ്ടുന്നില്ല. കാരണം എന്താ? ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ക്രിസ്തു ആയിരിക്കെ ക്രിസ്തുവിനെ മറ്റവനെ ചൂണ്ടി നീ പാപിയാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അവൻ്റെ പാപവും ക്രിസ്തുവിൻ്റെ മേല. പാപിനിയായ സ്ത്രീ പോലും യേശുവിൻ്റെ മുൻപിൽ വരുമ്പോൾ അവളുടെ പാപത്തെ ചൂണ്ടിക്കാണിക്കുന്നില്ല, പകരം നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ കല്ലെറിയട്ടെ എന്ന് പറയുന്നു. അവസാനം അവളോട് പറയുന്നു, മേലിൽ നീ പാപം ചെയ്യരുത്. കാരണം എന്താ? ആ പാപിനിയായ സ്ത്രീ വന്ന് നിൽക്കുമ്പോൾ തന്നെ അവളുടെ പാപം ക്രിസ്തുവിൻ്റെ മേൽ ചുമത്തപ്പെട്ട് കഴിഞ്ഞു. ലോകത്തിൻ്റെ പാപങ്ങൾ ഏറ്റെടുക്കാൻ വന്നവൻ അവൻ. അതുകൊണ്ട് മറ്റൊരുവിനെ പാപിയൊന്നും വിരൽ ചൂണ്ടുന്നില്ല, പക്ഷേ പാപത്തിൻ്റെ കാരണത്തെ കൃത്യമായി യേശു കണ്ടുപിടിക്കുന്നു. നിന്റെ തളർവാദത്തിൻ്റെ കാരണം നിന്റെ പാപമാണ്, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. യേശു വളരെ ക്ലിയർ ആയിട്ട് പറയുക, പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നമ്മൾ 2-3 കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ആർക്കാണ് പാപങ്ങൾ ക്ഷമിക്കാനുള്ള കഴിവുള്ളത്? അല്ലെങ്കിൽ ആർക്കാണ് അതിനുള്ള അവകാശമുള്ളത്, അധികാരമുള്ളത്? എൻ്റെ പാപത്തെ ആർക്കാണ് ക്ഷമിക്കാൻ കഴിയുക എന്നുള്ളത് നമ്മൾ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോ? വിശ്വാസമുണ്ടെങ്കിലേ യേശുവിൻ്റെ അടുത്തേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ വിശ്വാസമുള്ള, ഇപ്പം എൻ്റെ ഉള്ളിൽ പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ ഒരുവനെ ദൈവവചനത്തിലൂടെ ക്രിസ്തുവിലേക്ക് എനിക്ക് എത്തിക്കാൻ പറ്റും. അതിന് ഉദാഹരണം ആ സമരിയാക്കാരി സ്ത്രീ. അവൾ പാപിയായിരുന്നു, അവൾക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ളവനാട്ടെ അവളുടെ ഭർത്താവുമല്ല. പക്ഷെ അങ്ങനെ നിൽക്കുമ്പോൾ പോലും അവൾ പോയി സമരിയായിൽ പോയി, ഞാൻ ഒരുവനെ കണ്ടു, ഇവനായിരിക്കുമോ ക്രിസ്തു, ഇവനായിരിക്കുമോ വരാനുള്ള മിശിഹ എന്ന് ചോദിച്ചത് കേട്ടത് മാത്രമേ അറിയത്തുള്ളൂ ഒരു കൂട്ടം ജനം ഇതാ യേശുവിൻ്റെ പിന്നാലെ വന്നു. കാരണം അവളുടെ വിശ്വാസത്തിന് ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചു. ഒരു സാധാ യഹൂദൻ എന്നതിൽ നിന്നും, ഒരു ഗുരു എന്നതിൽ നിന്നും, ഒരു പ്രവാചകൻ എന്നതിൽ നിന്നും ഇവൻ തന്നെയോ മിശിഹ എന്ന് അവളുടെ വിശ്വാസം പടിപടിയായി വളർന്നു വന്നപ്പോൾ ആ വിശ്വാസത്തിൻ്റെ ശ്രേഷ്ഠതയിൽ അവൾക്ക് എന്ത് ചെയ്യാൻ പറ്റി? കുറച്ച് ആളുകളെ ക്രിസ്തുവിൻ്റെ അടുത്ത് എത്തിക്കാൻ പറ്റി. ഇത് നമ്മുടെയും പ്രശ്നം അതാ. നമ്മളുടെ വിശ്വാസം ശക്തമാണെങ്കിൽ, അതിൻ്റെ പടിപടിയായി അത് ഉയർച്ച പ്രാപിക്കുന്നുവെങ്കിൽ അവൻ ക്രിസ്തുവാണെന്നും അവൻ പ്രവാചകനാണെന്നും അല്ല, അവൻ ദൈവം തന്നെയാണെന്നും വിശ്വസിക്കുന്നുവെങ്കിൽ ആ വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ഒരുവനെ നിനക്ക് ക്രിസ്തുവിലേക്ക്, ആ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. ഇത് ഇവിടെ നോക്കുക, ഈ തളർവാദ രോഗിയായ ഈ ഒരു മനുഷ്യൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടു എന്ന് യേശു പറയുമ്പോൾ ആർക്കാണ് പാപങ്ങൾ ക്ഷമിക്കാനുള്ള അവകാശമുള്ളത്? ആരാണ് ഈ പാപങ്ങൾ ക്ഷമിക്കേണ്ടത്? നമുക്ക് യേശയ്യാ പ്രവചനം അതിൻ്റെ 43-ാം അധ്യായം 25-ാം വാക്യം വായിക്കുമ്പോൾ ആർക്കാണ് ഇവിടെ പാപങ്ങൾ ക്ഷമിക്കാനുള്ള അവകാശം എന്ന് വളരെ വ്യക്തമായി പഴയ നിയമം പറയുകയാണ്. യേശയ്യാ പ്രവചനം 43-ാം അധ്യായം 25-ാം വാക്യം. എന്നെ പ്രതി നിന്റെ തെറ്റുകൾ തുടച്ചു മാറ്റുന്ന ദൈവം ഞാൻ തന്നെ. ദൈവമാണ് നിന്റെ തെറ്റുകളെ തുടച്ചു മാറ്റാൻ കഴിവുള്ളവൻ. നിന്റെ പാപങ്ങളെ കഴുകി മാറ്റാൻ കഴിവുള്ളവൻ അവൻ ദൈവമാണ്. ഇത് തന്നെ യേശയ്യാ പ്രവചനം 44-ാം അധ്യായം തൊട്ടടുത്ത അധ്യായത്തിലെ 22-ാം വാക്യം പറയുന്നത് കുറച്ചുകൂടി ശ്രേഷ്ഠമാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഉപയോഗിക്കുന്നൊരു വാക്യമാണ്. നമ്മളെ ശുദ്ധീകരിക്കാൻ വേണ്ടി ദൈവസന്നിധിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്യം. ആ വാക്യം കൂടി ഒന്ന് വായിക്കാം. 44-22. കാർമേഘം പോലെ നിന്റെ തിന്മകളെയും മൂടൽമഞ്ഞ് പോലെ നിന്റെ പാപങ്ങളെയും ഞാൻ തുടച്ചു നീക്കി. എന്നിലേക്ക് തിരിച്ചു വരിക, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നിന്റെ പാപങ്ങളെ എത്ര മൂടൽമഞ്ഞ് പോലെ അതിങ്ങനെ കട്ട പിടിച്ചിരിക്കുന്ന പാപമാണെങ്കിലും, നീ ഏത് വലിയ തിന്മ ചെയ്തവനാണെങ്കിലും നിന്നെ കഴുകാൻ, നിന്നെ വിശുദ്ധീകരിക്കാൻ, നിന്റെ പാപങ്ങളെ, നിന്റെ മാലിന്യങ്ങളെ മാറ്റാൻ കഴിവുള്ളവൻ ദൈവമാണ്. അപ്പോൾ പഴയ നിയമം മുഴുവൻ പറയാം, ദൈവമാണ് ഒരുവൻ്റെ പാപങ്ങളെ ക്ഷമിക്കാൻ കഴിവുള്ളവൻ. അപ്പോൾ ആ അവകാശം യേശു എടുത്തു പറയുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ? യേശു ആരാണ്? യേശു സ്വയം അവകാശപ്പെടുകയാ, പാപങ്ങൾ ക്ഷമിക്കാൻ കഴിവുള്ള ദൈവം പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന യാഹ്വേ ഞാൻ തന്നെയാണ്.
ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല, ഏക ദൈവമായ ഞാൻ തന്നെയാണ് നിന്റെ പാപങ്ങൾ ക്ഷമിക്കുന്നത് എന്ന് കൃത്യമായി യേശു വ്യക്തതയോടെ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ വെക്കുക. അവിടെയാണ് യേശുവിനെതിരെ കല്ലെടുത്തെറിയാൻ, അല്ലെങ്കിൽ യേശു പാപം ചെയ്തു, ദൈവദൂഷണം പറഞ്ഞു, യേശു ദൈവത്തിൻ്റെ നാമത്തെ അവഹേളിച്ചു എന്ന രീതിയിൽ യേശുവിനെതിരെ ജനം തിരിയുന്നത്. അടുത്ത വാക്യം കൂടി നമ്മളൊന്ന് വായിച്ചാൽ, മത്തായി സുവിശേഷം 9:3 വായിച്ചാൽ നമുക്കത് ക്ലിയർ ആവും. അപ്പോൾ നിയമജ്ഞരിൽ ചിലർ പരസ്പരം പറഞ്ഞു, ഇവൻ ദൈവദൂഷണം പറയുന്നു. അവരുടെ വിചാരങ്ങൾ ഗ്രഹിച്ച യേശു ചോദിച്ചു. അതായത് ഈ നിയമജ്ഞർ പറയുകയാണ് ഇവൻ ദൈവദൂഷണം പറയുന്നു. എന്താണ് നിയമജ്ഞർ, ഏത് നിയമ അടിസ്ഥാനത്തിലാണ് ഇവൻ ദൈവദൂഷണം പറയുന്നു എന്ന് പറയുന്നത്? ലേവ്യ പുസ്തകം 24 14 മുതൽ 16 വരെ വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാകും എന്താണ് യേശു അവിടെ ഏറ്റെടുത്തത്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കേണ്ട, ദൈവത്തിൻ്റെ നാമത്തിന് മാത്രം, ദൈവത്തിന് യാഹ്വേക്ക് മാത്രം ചെയ്യേണ്ട കാര്യം ഇവിടെ മനുഷ്യൻ ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു നിയമമാണ് ലേവ്യ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. 24:14 മുതൽ വായിക്കാം. ശാപവാക്ക് പറഞ്ഞവനെ പാളയത്തിന് പുറത്തു കൊണ്ടുപോകുക. അതായത് ദൈവത്തിന്റെ നാമം സ്വയം ഏറ്റെടുത്ത് താൻ ദൈവമാണെന്ന് പറഞ്ഞാൽ അത് ദൈവത്തെ ശപിക്കുന്നതിന് തുല്യമാണ്. അതിന്റെ 16 വാക്യം വായിച്ചാൽ നമുക്കത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. 16 വാക്യം വായിച്ചു. കർത്താവിന്റെ നാമം ദുഷിക്കുന്നവനെ കൊന്നുകളയണം. അതായത് ദൈവത്തിന് മാത്രമേ പാപം ക്ഷമിക്കാൻ അധികാരമുള്ളൂ. അങ്ങനെ ഇരിക്കെ താൻ ദൈവമാണെന്ന വ്യാജേന, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു, അതുകൊണ്ടാണ് ഇവൻ ദൈവദൂഷണം പറഞ്ഞു എന്ന് നിയമജ്ഞർ പറയുന്നത്. മത്തായി സുവിശേഷം നമ്മൾ 9:3 വായിച്ചപ്പോൾ ഇവൻ ദൈവദൂഷണം പറഞ്ഞു എന്ന് പറഞ്ഞതിൻ്റെ കാരണം, അവരങ്ങനെ ചിന്തിക്കുന്നതിൻ്റെ കാരണം, ദൈവത്തിൻ്റെ നാമം ഇവൻ വൃഥാ പ്രയോഗിച്ചു. യഥാർത്ഥത്തിൽ യേശു വൃഥാ പ്രയോഗിച്ചതാണോ? യേശു വൃഥാ പ്രയോഗിച്ചതല്ല. കാരണം യഹോവ എന്ന നാമം, യഹോശുവ എന്ന നാമത്തിൽ തന്നെ യേശു വന്നിരിക്കുന്നത്. പിതാവിൻ്റെ നാമത്തിൽ തന്നെ ക്രിസ്തു വന്നിരിക്കുന്നത്. കാരണം പിതാവ് യഹോവ തന്നെയാണ് ക്രിസ്തു. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. യേശു അത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. താൻ തന്നെയാണ് ദൈവമെന്നും ആ പിതാവായ ദൈവത്തിൻ്റെ അതേ ദൈവത്തിൻ്റെ പ്രതിരൂപം തന്നെയാണ് എന്ന് കൊളോസ്യ ലേഖനവും എല്ലാം നമ്മളോട് പറയുമ്പോൾ ആ ദൈവത്തെ തന്നെയാണ് നമ്മളോട് കാണുന്നത്. വളരെ ക്ലിയർ ആയിട്ട് യേശു പറയുകയാണ് താൻ തന്നെയാണ് ദൈവം, പാപങ്ങൾ ക്ഷമിക്കാൻ കഴിവുള്ളവൻ ഞാൻ തന്നെ എന്ന് യേശു വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾക്ക് ഒരു അവിശ്വാസം. കാരണം എന്താ? അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. ഇവൻ ദൈവമാണെന്ന് അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ലല്ലോ. അതാണ് ആ വാക്യം തന്നെ, ആ 3 വാക്യം നമ്മൾ ഒന്നുകൂടി വായിച്ചാൽ, അവരുടെ ഹൃദയ വിചാരങ്ങൾ അറിഞ്ഞുകൊണ്ട്, അല്ലേ, അവർ പരസ്പരം പറഞ്ഞു, പക്ഷേ അവരുടെ ഹൃദയ വിചാരങ്ങൾ, അവരുടെ ഉള്ളിലെ വിചാരങ്ങൾ അറിഞ്ഞുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? വളരെ ക്ലിയർ ആയിട്ട് ആ വാക്യം ഒന്ന് വായിച്ചോ, അതിൻ്റെ 4 വാക്യം ഒന്ന് വായിച്ചോ. അവരുടെ വിചാരങ്ങൾ ഗ്രഹിച്ച യേശു ചോദിച്ചു, നിങ്ങൾ ഹൃദയത്തിൽ തിന്മ വിചാരിക്കുന്നതെന്ത്? വളരെ കൃത്യമായി കർത്താവ് ചോദിക്കുക, നിങ്ങൾ ഹൃദയത്തിൽ തിന്മ വിചാരിക്കുന്നത് എന്ത്? അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, പാപങ്ങൾ ക്ഷമിക്കാൻ അധികാരമുള്ള ദൈവം ഞാനാണ് എന്ന് യേശു വ്യക്തമായിട്ട് അവിടെ പറഞ്ഞു കഴിഞ്ഞു. യേശു വ്യക്തമായിട്ട് അവിടെ പഠിപ്പിച്ചു കഴിഞ്ഞു. ഇതാ അടുത്ത സ്റ്റേറ്റ്മെന്റ് കൂടി വെക്കുകയാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ മുകളിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, അവരുടെ ഹൃദയ വിചാരങ്ങൾ അറിയുന്നവൻ. ആർക്കാണ് ഹൃദയ വിചാരങ്ങളെ അറിയാൻ കഴിയുന്നവൻ? ഇപ്പം എനിക്ക് എൻ്റെ ഹൃദയത്തിലെ ചിന്തകൾ എനിക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ മറ്റുള്ളവൻ്റെ ഹൃദയത്തിലെ ചിന്ത എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? എനിക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റും? നോർമലി കുറേയൊക്കെ നമുക്ക് മുഖമൊക്കെ നോക്കി ലക്ഷണമൊക്കെ പറയാൻ പറ്റും, അല്ലേ? അവൻ ഇന്ന ആളാണ്, ഇങ്ങനെ ഒരു ചിന്തിക്കുന്ന ആളാണ്, അവൻ്റെ ക്യാരക്ടർ ഇതാണ് എന്നൊക്കെ പറയാൻ പറ്റും. പക്ഷെ അവൻ്റെ ഉള്ളിലിരിക്കുന്ന ചിന്തകളെ പോലും എടുത്തു പറയാൻ കഴിവുള്ളവൻ ആരാണ്? അതാണ് 1 ദിനവൃത്താന്ത പുസ്തകം അതിൻ്റെ 28 അധ്യായം അതിൻ്റെ 9 വാക്യം നമ്മളോട് പറയുന്നത്. 1 ദിനവൃത്താന്തം അതിൻ്റെ 28 അധ്യായം 9 വാക്യം. നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ചു പോകാം. മകനെ, സോളമൻ നിന്റെ പിതാവിൻ്റെ ദൈവത്തെ നീ അറിയുകയും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ സമ്മതത്തോടും കൂടെ അവിടുത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യുക. അവിടുന്ന് ഹൃദയങ്ങൾ പരിശോധിച്ച് എല്ലാ ആലോചനകളും വിചാരങ്ങളും മനസ്സിലാക്കുന്നു. അതായത് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവനാണ് യഹോവയായ ദൈവം. ദൈവത്തിനാണ് നിന്റെ ഹൃദയങ്ങളെ പരിശോധിച്ച് സകലതും അറിയാൻ കഴിയുക. ഇത് തന്നെ ജെറമ്യാ പുസ്തകം അതിൻ്റെ 17 അധ്യായം 10 വാക്യം നമ്മളോട് പറയുന്നത്. ജെറമ്യാ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് അതിൻ്റെ 17 അധ്യായത്തിൽ അതിൻ്റെ 10 വാക്യത്തിൽ അരുളി ചെയ്യുകയാണ്, നിന്റെ ഹൃദയങ്ങളെ പരിശോധിക്കുന്നവനാണ് ദൈവം. ആ വാക്യം കൊണ്ട് വായിക്കാം. കർത്താവായ ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്നു. എപ്പോഴും ശ്രദ്ധിക്കുക. അതായത് പഴയ നിയമത്തിൽ നമ്മൾ ഈ കർത്താവ് എന്ന് POC ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ മൂലഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നത് ശരിക്കും യഹോവയായ ഞാൻ എന്നാണ് വായിക്കുന്നത്. സത്യവേദ പുസ്തകത്തിലും ചില ട്രാൻസ്ലേഷനിലൊക്കെ യാഹ്വേ എന്ന് തന്നെയാണ് കിടക്കുന്നത്, യഹോവയായ ഞാൻ എന്നാണ് കിടക്കുന്നത്. എന്നാൽ POCയിൽ നമ്മളത് കർത്താവ് എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം, പഴയ നിയമത്തിൽ
നിന്റെ ദൈവത്തിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത് എന്നൊരു കൽപ്പനയുണ്ട്. അതുകൊണ്ട് തന്നെ യഹൂദർക്ക് ഭയമായിരുന്നു ദൈവത്തിൻ്റെ നാമം പറയാൻ പോലും. അപ്പോൾ അവരെപ്പോഴും അഡോണായ് എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ആ അഡോണായ് എന്ന വാക്കിൻ്റെ ട്രാൻസ്ലേഷൻ വരുന്ന കുരിയോസ് എന്ന അല്ലെങ്കിൽ കർത്താവ് എന്ന പദമാണ് എപ്പോഴും നമ്മൾ മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ മൂലഗ്രന്ഥത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കിടക്കുന്നത് യാഹുവേ എന്ന വാക്ക് തന്നെയാണ്. അപ്പോൾ യഹോവയായി ഞാൻ നിന്റെ ഹൃദയത്തെ പരിശോധിച്ചറിയും, അതല്ലേ ജെറമ്യാ പറഞ്ഞത്? എന്താണ് വാക്യം? ഒന്നുകൂടി വായിച്ചോ. കർത്താവായ ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും നിന്റെ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും അതായത് നിന്റെ ഹൃദയ വിചാരങ്ങളെയും ദൈവത്തിന്റെ നോട്ടം അങ്ങനെയാണ്. നമ്മൾ നോക്കുമ്പോൾ ബാഹ്യമായിട്ടാണ് നോക്കുന്നത്. അവൻ്റെ സൗന്ദര്യം എങ്ങനെയുണ്ട്, അവൻ്റെ കൺപീളുകൾ എങ്ങനെയുണ്ട്, അവൻ്റെ മീശ കട്ടിയുള്ളതാണോ, ഇങ്ങോട്ടൊരു താടി. നമ്മൾ സുവിശേഷം പറയുക, നമ്മൾ വചനം പറയുക. അപ്പം നമ്മൾ പറയുന്ന വചനത്തിന് കൗണ്ടർ ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ കൃത്യമായ വചനം എടുത്തു വെച്ചിട്ടായിരിക്കും നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? പേഴ്സണലി ഹരാസ് ചെയ്യും. നമ്മളെ ഹരാസ് ചെയ്യും. എനിക്കാണെങ്കിൽ താടി അവിടെ ഒന്നും വന്നിട്ടില്ല, ശരിക്കും ഇപ്പോഴും അവിടെ ഒന്നും മുട്ടിയിട്ടില്ല. അപ്പോൾ ഇത് കാണുന്നുണ്ട്, ഇത് വെച്ചിട്ട് ഹരാസ് ചെയ്യും. നമ്മുടെ യൂട്യൂബിലെ കമൻറ്റ് ബോക്സ് ഒന്ന് വെറുതെ വായിച്ചു നോക്കിയാൽ ചില നേരത്ത് നമ്മൾ ഈ പേഴ്സണൽ പ്രയറിനൊക്കെ ഇരിക്കുമ്പോൾ ഇതൊന്ന് വായിച്ച് ചിരിക്കാൻ പറ്റും. കാരണം ഓക്കെ, അങ്ങനെയെങ്കിലും അവനൊന്ന് സമാധാനിക്കട്ടെ, അവൻ്റെ ആശ്വാസം അതാണെങ്കിൽ എന്നെ ഒന്ന് കളിയാക്കിയിട്ട് അവനൊന്ന് ആശ്വസിക്കാൻ പറ്റുമെങ്കിൽ അവൻ ആശ്വസിക്കട്ടെ, നമുക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ പേഴ്സണലി നമ്മൾ എന്ത് ചെയ്യും? വെറുതെ അറ്റാക്ക് ചെയ്യും. നമ്മൾ പറയുന്ന ആശയവുമായി യാതൊരുവിധ ബന്ധമില്ലാത്ത കാര്യമായിരിക്കും ചിലപ്പോൾ വിമർശിച്ചു കൊണ്ടുവരുന്നത്. നമ്മൾ ദൈവത്തിന് തുല്യമാക്കിയതൊക്കെ വെറുതെ പറഞ്ഞു കളയും. കാരണം എവിടെയോ ഒരു വാക്കുപോലും നമ്മൾ പറയാത്തത് എങ്ങനെയെങ്കിലും പേഴ്സണലി നമ്മളെ ആക്രമിക്കാൻ ശ്രമിക്കും. നമ്മളങ്ങനെയാണ്, പേഴ്സണലി ആണ് അവനെ ഇൻഡിവിജ്വലി അവൻ്റെ ബാഹ്യരൂപത്തിലാണ് നോക്കുന്നത്. എന്നാൽ ദൈവം നോക്കുന്ന അങ്ങനെയല്ല. ദൈവം നോക്കുന്ന രീതി അത് 1 സാമുവേൽ അതിൻ്റെ 16:7 വ്യക്തമായിട്ട് മാനുഷികമായ നോട്ടവും ദൈവികമായ നോട്ടവും തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ച് പറയുക. എങ്ങനെയാണ് ദൈവം നോക്കുന്നത്? 1 സാമുവേൽ 16 അതിൻ്റെ 7 വാക്യം നമ്മളോട് പറയുന്നുണ്ട്. അതൊന്ന് വായിക്കാം നമുക്ക്. എന്നാൽ കർത്താവ് സാമുവേലിനോട് കൽപ്പിച്ചു, അവന്റെ ആകാരവടിവോ ഉയരമോ നോക്കേണ്ട. അതായത് ദാവീദിനെ അഭിഷേകം ചെയ്യാനാണ് ചെന്നിരിക്കുന്നത്. അപ്പോൾ ദാവീദിനെ അഭിഷേകം ചെയ്യാൻ നിന്നപ്പോൾ ദാവീദിനെ കൊച്ചു പയ്യൻ, വലിയ പൊക്കമൊന്നുമില്ല, വലിയ വണ്ണമൊന്നുമില്ല, ഒരു പാവപ്പെട്ട പയ്യൻ. പക്ഷെ അവൻ്റെ ചേട്ടന്മാരാണെന്നുണ്ടെങ്കിൽ എല്ലാം ആകാരവടിവുണ്ട്, നല്ല ഒത്ത ശരീരമുണ്ട്, നല്ല രോമ വളർച്ചയൊക്കെ ഉള്ള, നല്ല എന്താ പറയുക, 6 പാക്കൊക്കെ ആയിട്ട് നല്ല സെറ്റായിട്ട് നിൽക്കുക ഉമ്മാരൊക്കെ. അപ്പോൾ ആൾ നോക്കിയപ്പോൾ, പ്രവാചകൻ നോക്കിയപ്പോൾ, എന്നാൽ പിന്നെ ഉമ്മാരെയൊക്കെ അഭിഷേകം ചെയ്യാം. അപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, നോ, നീ നോക്കുന്ന പോലെയല്ല ദൈവം നോക്കുന്നത്. അതാണ് ആ വാക്യം. ഒന്നുകൂടി വായിച്ചോ, ആ വാക്യം വായിച്ചോ. അവന്റെ ആകാരവടിവോ ഉയരമോ നോക്കേണ്ട. അതായത് അവൻ്റെ പൊക്കക്കുറവോ അവൻ്റെ ആകാരവടിവോ നീ നോക്കണ്ട. അവനെ ഞാൻ തിരസ്കരിച്ചതാണ്. മറ്റുള്ളവരെയൊക്കെ ഞാൻ തിരസ്കരിച്ചത്. ആരെ? മൂത്തവനെയൊക്കെ ഞാൻ മാറ്റിയിരുത്തേക്കുക. പക്ഷേ ഈ ആകാരവടിവില്ലാത്തവനും ഈ ശക്തിയോ ബലമോ ഇല്ലാത്തവനുമായ ഏറ്റവും ചുരുങ്ങിയവനായ ദാവീദിനെ ദൈവം തിരഞ്ഞെടുക്കുകയും ദൈവം അഭിഷേകം ചെയ്യുകയും ചെയ്യുന്നു. കാരണം ദൈവം നോക്കുന്നത് ഹൃദയത്തെയാണ്. അതാ വ്യക്തമായിട്ട് ആ വാക്യത്തിൽ പറയുന്നുണ്ട്. താഴോട്ട് വായിച്ചോ. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. മനുഷ്യൻ നോക്കുന്നത് എപ്പോഴും ബാഹ്യരൂപത്തിലാണ്. അവൻ്റെ സൗന്ദര്യം, അവൻ്റെ കളറ്, അവൻ്റെ പ്രശസ്തി, അവൻ്റെ കുടുംബ മഹിമ, ഇതൊക്കെ നോക്കിയിട്ട് അവൻ പറയുന്ന വാക്കുകളെ സ്വീകരിക്കുക പലപ്പോഴും. പക്ഷെ ദൈവം നോക്കുന്നത് അങ്ങനെയല്ല, അവൻ്റെ ഹൃദയത്തെയാണ് നോക്കുന്നത്. ആ ഹൃദയത്തെ നോക്കാൻ കഴിവുള്ളവൻ ദൈവം മാത്രമാണ്. ഇങ്ങനെ ഹൃദയ വിചാരങ്ങളെ അറിയുവാനും ഹൃദയ വിചാരങ്ങളെ ഗ്രഹിക്കുവാനും കഴിവുള്ളവനാണ് ദൈവം. ഇത് പഴയ നിയമത്തിൽ എല്ലാവർക്കും അറിയാം. അതായത് യഹൂദർക്ക് ഈ കാര്യം വളരെ വ്യക്തം. നമ്മളിപ്പോൾ എത്ര വാക്യം വായിച്ചു? സമൂവേൽ വായിച്ചു, ദിനവൃത്താന്തം വായിച്ചു, ജെറമ്യ വായിച്ചു. ഇനി ഒരു 10 കൂടി ഞാൻ വേണമെങ്കിൽ തരാം. ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം കൂടി വായിക്കാനുള്ള സമയം നമുക്കില്ല. പഴയ നിയമത്തിൽ എപ്പോഴും ദൈവം നോക്കുന്നത് അവൻ്റെ ഹൃദയത്തെ നോക്കി കൃത്യമായി കാര്യങ്ങൾ പറയുന്ന ദൈവം തന്നെ പറഞ്ഞു, നീ നോക്കുന്ന പോലെയല്ല, ബാഹ്യമായിട്ടല്ല ഞാൻ നോക്കുന്നത്, ഞാൻ അവൻ്റെ ഹൃദയത്തെ നോക്കുന്നവനാണ്. ഇതാ യേശു ക്രിസ്തു വളരെ ക്ലിയറായി അവിടെ ഉണ്ടായിരുന്ന നിയമജ്ഞരുടെ ഹൃദയത്തിലെ വിചാരങ്ങളെ നോക്കി യേശു എന്ത് ചെയ്തു? അവൻ്റെ ഹൃദയ വിചാരത്തെ പിടിച്ചെടുത്തുകൊണ്ട് തിരിച്ച് മറുപടി പറയാണ്, നിങ്ങൾ എന്തുകൊണ്ട് തിന്മ നിരൂപിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നു. മത്തായി സുവിശേഷം 12:25 വാക്യം വായിക്കുമ്പോഴും നമ്മൾ ഇതേ കാര്യം തന്നെ യേശു ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മത്തായി സുവിശേഷം 12:25. അവരുടെ വിചാരങ്ങൾ മനസ്സിലാക്കി യേശു അവരോട് പറഞ്ഞു, അന്തഛിദ്രമുള്ള ഏത് രാജ്യവും. അവിടെ യേശുവിനെ ബേത്സബൂലിനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് എന്ന ഒരു പ്രസ്താവന അവർ വെച്ചു. അവർക്ക് പരസ്യമായത് പറയാൻ ധൈര്യമില്ല. പക്ഷെ അപ്പോൾ തന്നെ അവരുടെ ഹൃദയ വിചാരങ്ങളെ അറിഞ്ഞ് യേശു എന്ത് ചെയ്തു? കൃത്യമായ കൗണ്ടർ കൊടുക്കുക, കറക്റ്റായിട്ടുള്ള മറുപടി കൊടുക്കുക.
വീണ്ടും ലൂക്കാ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ ഇതേ കാര്യം തന്നെ കാണുകയാണ്. അവരുടെ ഹൃദയ വിചാരങ്ങളെ അറിയുന്ന ദൈവത്തെ നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് ഒന്ന് വായിക്കാം. ലൂക്കാ സുവിശേഷം 6:8. അവൻ അവരുടെ വിചാരങ്ങൾ മനസ്സിലാക്കിയിട്ട് കൈ ശോഷിച്ചവനോട് പറഞ്ഞു. അവൻ്റെ ഹൃദയ വിചാരങ്ങളെ മനസ്സിലാക്കി. 9:47 കൂടി വായിച്ചോ. നമ്മൾ ഈ വചനങ്ങൾ ഇങ്ങനെ വായിച്ചു പോകുന്നതിൻ്റെ ഉദ്ദേശം, ഈ വചനം നിന്റെ ഹൃദയത്തെ പരിവർത്തനം നടത്തണം. 9:47 അതും കൂടി വായിച്ചു. അവരുടെ ഹൃദയ വിചാരങ്ങൾ അറിഞ്ഞ യേശു ഒരു ശിശുവിനെ എടുത്ത് അടുത്തു നിർത്തി. അപ്പോഴും ഹൃദയ വിചാരങ്ങളെ അറിയുന്ന ദൈവം. എന്താണ് ഈ കർത്താവ് ഇങ്ങനെ ഹൃദയ വിചാരങ്ങളെ അറിയുക? സത്യത്തിൽ കർത്താവിൻ്റെ മുമ്പിൽ പോയി കഴിഞ്ഞാൽ ഇത്തിരി മടിയാ. കാരണം എന്താ? ശിഷ്യന്മാർക്ക് പോലൊരു ഭയമുണ്ട്. കാരണം ഇവൻ മറ്റുള്ളവരുടെ ഹൃദയ വിചാരങ്ങളെ അറിയാൻ കഴിവുള്ളവനാണ്. അങ്ങനെ അറിയാൻ കഴിവുള്ളവൻ ആരാണെന്ന് പഴയ നിയമത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവൻ യഹോവയാണ്, ദൈവമാണ്. ദൈവത്തിന് മനുഷ്യൻ്റെ ഹൃദയ വിചാരങ്ങളെ അറിയാൻ പറ്റത്തുള്ളൂ. നമ്മൾ പലപ്പോഴും ഈ സൈക്കോളജിക്കലി ചില ഡോക്ടേഴ്സ് പറയുന്നത് ഞാനിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ആരെയും മോശമാക്കാൻ പറയുന്നതല്ല. ആണുങ്ങൾ ചിന്തിക്കുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അവൻ്റെ ചിന്ത എന്താണെന്ന് അവൻ്റെ കണ്ണും മുഖമൊക്കെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ സ്ത്രീയുടെ ചിന്ത എന്താണെന്ന് അവൾക്ക് പോലും അറിയില്ല എന്നാണ് പറയുന്നത്. അതായത് അത് എപ്പോൾ വേണമെങ്കിലും ചിന്ത മാറാം, ചിന്ത തെറ്റുപറ്റാം. പക്ഷെ കർത്താവിന് അതും മനസ്സിലാക്കാൻ പറ്റും. അതായത് എത്ര വലിയവനാണെങ്കിലും അവൻ്റെ ഹൃദയ വിചാരങ്ങളെ അറിയാൻ കഴിവുള്ളവനാണ് ദൈവം. അപ്പോൾ യേശു ഇതാ 1-ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചു. പാപങ്ങളെ ക്ഷമിക്കാൻ കഴിവുള്ളവൻ, പാപങ്ങളെ പൊറുക്കാൻ കഴിവുള്ളവൻ. പഴയ നിയമത്തിൽ ഈ നിയമജ്ഞർക്കും ഫരിസേയർക്കും അവിടെ ഉണ്ടായിരുന്ന സകല യഹൂദർക്കും അറിയാം, പാപങ്ങളെ ക്ഷമിക്കാൻ ഒരുവന് മാത്രമേ അധികാരവും അവകാശവുമുള്ളൂ. അവനാണ് യഹോവ, അവനാണ് ഞങ്ങളുടെ ദൈവം. അവിടെയാണ് യേശു ഈ സ്റ്റേറ്റ്മെൻറ്റ് വെക്കുന്നത്, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ യേശു പറയുന്ന വാക്ക് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്നാണെങ്കിലും കേൾവിക്കാരന് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും, താൻ ദൈവമാണ്, അതുകൊണ്ട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് യേശുവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. വീണ്ടും 2-ാമതൊരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ ക്ലിയർ ആയിട്ട് അവരുടെ ഹൃദയ വിചാരങ്ങളെ അറിഞ്ഞുകൊണ്ട് യേശു തിരിച്ചു മറുപടി പറയുക. അതാണ് നമ്മൾ മത്തായി സുവിശേഷം 9-ന്റെ അടുത്ത വാക്യം നമ്മളൊന്ന് വായിച്ചാൽ അത് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. വായിച്ചോളൂ. ഏതാണ് എളുപ്പം, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ? അവരുടെ സംശയം, ഇവനെ ഇപ്പോൾ എങ്ങനെ യേശു സുഖപ്പെടുത്തും, കർത്താവ് ഇപ്പോൾ ഇവനെ ഏത് രീതിയിൽ സുഖപ്പെടുത്തും എന്ന് നോക്കാൻ വേണ്ടി വന്ന് നിന്നവരോട് കർത്താവ് പറയുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഇത് യാതൊരു രീതിയിലും അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അവിടെ 2 പ്രശ്നം നമ്മൾ തുടക്കം പറഞ്ഞു. അതായത് അവനെ തളർത്തിയിട്ടിരിക്കുന്ന അവൻ്റെ പാപത്തെക്കുറിച്ച് വ്യക്തമായി അവന് ബോധ്യം കൊടുക്കണം, എന്നാൽ നീ പാപി എന്ന് പറയാനും പറ്റത്തില്ല. അവിടെയാണ് യേശു അത് കൃത്യമായിട്ട് ചെയ്യുന്നത്, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ എന്നിട്ട് യേശു അവരുടെ ഹൃദയ വിചാരം മനസ്സിലാക്കി അവരോട് ചോദിക്കുക, അല്ല ഏതാ എളുപ്പം, ഏതാണ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക? ഏറ്റവും ഈസിയായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഏതാണ്? നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവൻ്റെ പാപം ക്ഷമിച്ചാൽ എന്ത് സംഭവിക്കും? അവൻ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങും. അവൻ്റെ പ്രശ്നമോടെ തീരുക. ഇന്ന് പലയിടത്തും നമ്മൾ ധ്യാനം കൂടുമ്പോഴും പ്രാർത്ഥനയ്ക്ക് പോകുമ്പോഴും ആരാധനയിൽ പങ്കെടുക്കുമ്പോഴും പല രോഗങ്ങളും പല പ്രതിസന്ധികളും മാറുക. ചില രോഗികൾ, അതായത് അവിടെ ശുശ്രൂഷകർ വിളിച്ചു പറയേണ്ട ആവശ്യമില്ല, നിന്റെ രോഗം ഇങ്ങനെ സൗഖ്യപ്പെട്ടു എന്നൊന്നും പറയേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ ദൈവം അവനെ ഹീൽ ചെയ്തിരിക്കുക. കർത്താവ് ഡയറക്റ്റ് അനേക വ്യക്തികളെ ഇങ്ങനെ ഹീൽ ചെയ്ത് നമുക്കറിയാൻ പറ്റും. കാരണം എന്താ? അവൻ്റെ പാപം പലപ്പോഴും ഒരുപക്ഷെ പാപം ദൈവസന്നിധിയിൽ ഏറ്റുപറയുകയും മാനസാന്തരം സംഭവിക്കുകയും കണ്ണീരുകൊണ്ട് കർത്താവെ ഞാൻ പാപം ചെയ്തു എന്ന ബോധ്യം ചില വ്യക്തികളിൽ വരികയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ അവൻ്റെ ശരീരത്തിലൊരു ട്രാൻസ്ഫോർമേഷൻ നടക്കുക, ഒരു മാറ്റം നടക്കുക. അവൻ്റെ ശരീരത്തിലെ രോഗങ്ങൾ പോലും അവനിൽ നിന്നും മാറ്റപ്പെടുകയാണ്. അവിടെയാണ് യേശു പറഞ്ഞത്, ഏതാ എളുപ്പം, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അവൻ സൗഖ്യം പ്രാപിക്കുക. എന്നിട്ട് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുക, താൻ പാപങ്ങൾ ക്ഷമിക്കാൻ അധികാരമുള്ള ദൈവമാണെന്നും നിന്റെ ഹൃദയ വിചാരങ്ങളെ അറിയുന്ന ദൈവമാണെന്നും അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുക. അതാണ് ആ വാക്യം. നമ്മൾ ആ വാക്യം ഒന്നുകൂടി താഴോട്ട് വായിച്ചോ. ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിനാണിത്. അനന്തരം അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു, എഴുന്നേറ്റ് നിന്റെ ശയ്യയും എടുത്ത് വീട്ടിലേക്ക് പോവുക. കർത്താവ് കൃത്യമായിട്ട് പറയുക, അതായത് ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കപ്പെടാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട്. അപ്പം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കാൻ അധികാരമുള്ളത് ആർക്കാണ്? നമ്മൾ ആരോടാണ് പാപങ്ങൾ ഏറ്റുപറയേണ്ടത്? യഥാർത്ഥത്തിൽ 2 പ്രധാനപ്പെട്ട വിഷയം ഇവിടെയുണ്ട്. ഒന്ന്, പാപബോധമില്ലാതെ ഒരിക്കലും പാപം ഏറ്റുപറയാൻ പറ്റത്തില്ല. അവിടെയാണ് യേശുക്രിസ്തു വ്യക്തമായിട്ട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തളർവാദ രോഗിയോട് പറയുമ്പോൾ അവൻ്റെ പാപത്തെ ഓർക്കാനുള്ളൊരു സമയം കൊടുക്കുക, അവൻ്റെ പാപത്തെ ഓർക്കാനുള്ളൊരു ടൈം കൊടുക്കുക.
അത് ദൈവം തന്നെ, അതേ കർത്താവ് തന്നെ പറയുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, നീ എഴുന്നേറ്റ് കിടക്കെടുത്ത് പോവുക. അപ്പോഴാണ് അവൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് യേശു വെളിപ്പെടുത്തി കൊടുക്കുക. അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു സൗഖ്യം പ്രസൻ്റ്ലി ഫിസിക്കലി അവർക്ക് കാണിച്ചു കൊടുക്കുക. എൻ്റെ അധികാരത്തിലാണ് ഇവൻ മോചിക്കപ്പെട്ടിരിക്കുന്നത്. എന്ത് അധികാരം? പാപങ്ങൾ മോചിക്കാൻ എനിക്ക് അധികാരമുണ്ട് എന്നുള്ളതാണ്. ഞാനൊരു ദിവസം ഒരു ചർച്ചിൽ കുമ്പസാരിക്കാനുണ്ട്. അപ്പോൾ ആ ചർച്ചിൻ്റെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു AC ഹോളാണ്, വലിയ ഹോളാണ്. ഒരു 10-12 കുമ്പസാരക്കൂടുകളുണ്ട്. 10-12 അച്ഛന്മാരും ഉണ്ടാവും. നമുക്ക് നിരയായിട്ട് ഒരു 10-100 പേരൊക്കെ കസേരയിട്ടിരിക്കുന്നുണ്ടാവും. അവിടുത്തെ ഒരു പ്രേക്ഷിത ചേച്ചിയുണ്ട്. അവർ വിളിച്ചു വിടും, ഓരോ കുമ്പസാരക്കൂട്ടിലേക്കും ഓരോരുത്തരും വിളിച്ചു വിടും. അപ്പോൾ നേരെ വിളിച്ചു വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ കുമ്പസാരക്കൂട്ടത്തിന് ഓർഡറായിട്ടാണ് വിളിച്ചു വിടുന്നത്. പെട്ടെന്ന് കുമ്പസാരിച്ച് തിരിച്ചു പോരാം. അത് ആ ഓരോ ഓർഡറിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ആ കസേരയിൽ ഇരിക്കുമ്പോൾ പാപത്തെക്കുറിച്ച് ഓർക്കാനും പാപത്തെക്കുറിച്ചൊരു ബോധ്യം കിട്ടാനും ദൈവസന്നിധിയിൽ ഈ പാപം ഒന്ന് ഏറ്റുപറയാം. യഥാർത്ഥത്തിൽ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഈ പാപത്തെ ഓർക്കണം എന്നൊക്കെ പറഞ്ഞ് മൊത്തം എഴുതി വെച്ചിട്ടുണ്ട്. സത്യത്തിൽ നമ്മളത് വായിക്കുമ്പോൾ തന്നെ ഈ പാപത്തെക്കുറിച്ച് ഓർത്ത് കർത്താവിനോട് ഏറ്റു പറഞ്ഞിട്ടുണ്ടാവും ഈ പാപം. ദൈവത്തോടാണ് നമ്മൾ ഈ പാപങ്ങൾ യഥാർത്ഥത്തിൽ ഏറ്റു പറയേണ്ടത്. ദൈവത്തോട് ഈ കൊറോണ കാലം വന്നപ്പോൾ കുമ്പസാരിക്കാനൊന്നും ആർക്കും അവസരം ഉണ്ടായില്ലല്ലോ. സ്വാഭാവികമായിട്ടും നമുക്ക് ദൈവത്തോട് തന്നെയാണ് ഏറ്റു പറയേണ്ടത്. അപ്പോൾ അതിന് ശേഷം ഈ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ ഒരു ചടങ്ങിന് നമ്മളിങ്ങനെ പറയുമല്ലോ, അതാണല്ലോ നമ്മുടെ രീതി. അത് പറയുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്, നമ്മൾ ഫ്രഷായി എന്ന് തോന്നുന്നൊരു സാധനമുണ്ട്. അപ്പോൾ ഇങ്ങനെ കുമ്പസാരത്തിൽ ഭയങ്കര നിശബ്ദമായ എല്ലാവരും പാപമൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഒച്ചയും ബഹളം കേൾക്കുക. ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ മറ്റൊന്നുമല്ല, ഒരു 70 വയസ്സായ ഒരു അമ്മച്ചി കുമ്പസാരിക്കാനായിട്ട് വന്നു. ആൾ ഡോർ കൊടുത്ത് അകത്തേക്ക് കയറി നേരെ അച്ഛൻ ഇരിക്കുന്ന കുമ്പസാരക്കൂടിൻ്റെ വാതിക്ക് വന്ന് നിന്നു. അപ്പോൾ നമ്മുടെ നിയന്ത്രിക്കുന്ന ചേച്ചി പറഞ്ഞു, അമ്മച്ചി ആ കസേരയിലിരുന്നോ, ഞാൻ ഓർഡർ അനുസരിച്ച് വിളിച്ചു വിടാം. അപ്പോൾ നമ്മുടെ അമ്മച്ചി അതിപുരാതന ക്രിസ്ത്യാനിയാണ്. പുള്ളിക്കാരത്തി, നീ ആരാടി എന്നോട് ചോദിക്കാൻ, എനിക്കറിയാം അച്ഛനെ, ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞ്. അപ്പോൾ ശുശ്രൂഷിക്കുന്ന ആ നടത്തുന്ന ചേച്ചി ഒന്ന് സൈലൻ്റായിട്ട് നിന്നു. പക്ഷേ എന്നിട്ടും രണ്ടാമതും ഒന്നും കൂടി പറഞ്ഞു, ചേച്ചി അമ്മച്ചി അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ വിളിച്ചു വിടാം എന്ന് പറഞ്ഞു. അപ്പോഴും ഈ അമ്മച്ചി കിടന്നങ്ങോട്ട് ഒച്ചപ്പാടുണ്ടാക്കി. അപ്പോൾ ഈ ഒച്ചപ്പാടുണ്ടാക്കിയപ്പോൾ ഈ ശുശ്രൂഷ നടത്തുന്ന ചേച്ചി, അതായത് വിളിച്ചു വിടുന്ന ചേച്ചി, ഇനി എന്തെങ്കിലും ആവട്ടെ, അത് കുമ്പസാരിച്ച് പോട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ പോന്നു. അപ്പോഴാണ് തൊട്ടിപ്പുറത്ത് വേറൊരു 70 വയസ്സായ അമ്മച്ചി ഇരിക്കുന്നുണ്ട്. ഒരു ചട്ടയും മുണ്ടൊക്കെ എടുത്തിട്ട് അമ്മച്ചി. ആ അമ്മച്ചി ഒരു ചെറിയ ഡയലോഗ്, എൻ്റെ പൊന്നുമോളെ അതിന് വല്ല വട്ടായിരിക്കൂടി, അത് കുമ്പസാരിച്ചിട്ട് പോട്ടെ എന്ന് പറഞ്ഞ്. ഉറക്കെ എല്ലാവരും കേൾക്കെ. ഇത് പറയേണ്ട താമസം, ഒറ്റ സെക്കൻഡ് കൊണ്ട് ഇന്ത്യ പാകിസ്ഥാൻ വാറ്, ഒരു യുദ്ധം തന്നെ. പിന്നെ അവിടെ നിന്ന് മിസൈൽ വരുന്നു, ഇവിടെ നിന്ന് വിമാനം വരുന്നു. പിന്നെ ഞാൻ നോക്കുമ്പോൾ കുമ്പസാരിപ്പിച്ചുകൊണ്ടിരുന്ന അച്ഛൻ റൂം തുറന്ന് എന്താ അവിടെ പ്രശ്നം എന്ന് ചോദിച്ചിട്ട് പുറത്തേക്ക് വരുന്നൊരവസ്ഥയായി അടുത്ത സെക്കൻഡിൽ. ഈ അമ്മച്ചി എൻ്റെ പൊന്നെ അവിടെ ഇരുന്നിട്ട് പറഞ്ഞ വാക്കുകൾ ഞാനിങ്ങനെ ആലോചിക്കുക, കർത്താവ് ഇത് കുമ്പസാരിക്കാൻ തന്നെയല്ലേ വന്നേക്കണേ. ഇത് രണ്ടുപേരും വിട്ടുകൊടുത്തില്ല. രണ്ടുപേരും ശക്തമായൊരു യുദ്ധം കഴിഞ്ഞു. പെട്ടെന്ന് ഒരു യുദ്ധം നിർത്തി, ഒരു സമാധാന കരാറൊക്കെ അച്ഛൻ വന്ന് കൊണ്ടുവന്ന് അങ്ങനെ രണ്ട് ഭാഗത്തു നിന്നും വെടിനിർത്തലായി. അച്ഛനകത്തോട്ട് കുമ്പസാരിപ്പിക്കാൻ പോയി. തൊട്ടടുത്ത് ഇതേ അച്ഛൻ്റെ അടുത്തേക്ക് ഈ അമ്മച്ചി പോയാ കുമ്പസാരിക്കാൻ. ഞാൻ ആലോചിക്കുക, ഈ അമ്മച്ചി എങ്ങനെയായിരിക്കും കുമ്പസാരം പറഞ്ഞ്, കുമ്പസാരക്കൂട്ടിലും ഞാൻ തല്ലുണ്ടാക്കിയേണ്ട അച്ഛ എന്ന് പറഞ്ഞ അവസാനം ആ ഉണ്ടാക്കിയ തല്ലും കൂടി പറഞ്ഞ് പാപം പറഞ്ഞിട്ടുണ്ടാവുമോ? എനിക്ക് തോന്നുന്നില്ല. അതായത് പലർക്കും പാപബോധം എന്ന് പറയുന്ന സാധനം ഉള്ളിൽ പോലും ഇല്ല. അപ്പം ഈ പാപബോധമില്ലാതെ ഇവൻ ഈ പാപം പറഞ്ഞ് അവൻ്റെ പാപം ക്ഷമിക്കപ്പെടുമോ? എനിക്ക് തോന്നുന്നില്ല. ഇതിൽ വലിയ അർത്ഥം പോലും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇന്ന് പലരുടെയും ചിന്ത അങ്ങനെ, അല്ലെങ്കിൽ പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്, ഒരു പാപബോധവും ഇല്ലാതെ വെറുതെ പോയി ഒരു കുമ്പസാരം നടത്തുന്നു, അതോടുകൂടി പാപം ക്ഷമിക്കുന്നു എന്നാണ്. നിന്റെ പാപത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ആദ്യം അറിയണം. ആദ്യം ആ പാപം എന്താണ്, ഏത് തരത്തിലുള്ള പാപമാണ്, ഞാൻ അതെങ്ങനെയാണ് ദൈവത്തിനെതിരെ ചെയ്തത്, ഏത് തരത്തിലാണ്, ഇത് മനസ്സിലാക്കണമെങ്കിൽ ദൈവവചനം കേൾക്കണം. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്റെ പാപം എന്താണ് എന്ന് നീ തിരിച്ചറിയാതെ നിന്റെ പാപത്തെക്കുറിച്ച് യാതൊരുവിധ ബോധ്യവും വരുന്നില്ല. അങ്ങനെ ബോധ്യമില്ലാത്തവൻ്റെ പാപമോചനമോ അവന് സൗഖ്യമോ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെയാണ് കർത്താവ് ഈശോ മിശിഹാ വ്യക്തമായിട്ട് അവിടെ പറയുന്നത്, അവൻ്റെ പാപത്തെക്കുറിച്ച് ബോധ്യം വരാൻ അവനെ ചൂണ്ടിക്കാണിച്ചു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. വീണ്ടും മനുഷ്യപുത്രന് പാപങ്ങളെ ക്ഷമിക്കാൻ അധികാരമുണ്ട് എന്ന് വ്യക്തമാക്കി കൊടുക്കാൻ യേശു എന്ത് ചെയ്തു? അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് പോവുക. കാരണം മനുഷ്യപുത്രന് പാപങ്ങൾ ക്ഷമിക്കുവാൻ അധികാരമുണ്ട്. അത് കർത്താവ് വ്യക്തമായിട്ട് അവിടെ പഠിപ്പിക്കുക. ഇവിടെ ഈ ഒരു ചെറിയൊരു കാര്യമാണ് നടക്കുന്നത്. നമുക്കറിയാം, ഒരു തളർവാദ രോഗി സുഖപ്പെട്ടു. പക്ഷേ എന്തൊക്കെ കാര്യങ്ങൾ യേശു അവിടെ പഠിപ്പിച്ചു ഈ വിഷയത്തിൽ? ഒന്ന്, മനുഷ്യൻ്റെ പാപമാണ് ഒരു പക്ഷേ ഒരുവനെ തളർത്തിയിട്ടിരിക്കുന്നത്, ഒരുവന് മുന്നോട്ട് പോകാൻ കഴിയാത്തത്, നിൻ്റെ ജോലിയിലെ തടസ്സം കടത്തുന്നത്, നിൻ്റെ ശാരീരികമായ പല അസ്വസ്ഥതകളുടെയും കാരണം
ഒരു പക്ഷേ നിന്റെ പാപമായിരിക്കാം എന്ന് കർത്താവ് വ്യക്തമായൊരു ബോധ്യം ദൈവജനത്തിന് കൊടുക്കുക. വീണ്ടും താൻ ദൈവമാണ് എന്ന് വ്യക്തമായി, കാരണം ദൈവത്തിനെ പാപങ്ങൾ ക്ഷമിക്കാൻ, പാപങ്ങൾ പൊറുക്കാൻ അവകാശമുള്ളൂ എന്ന് വ്യക്തമാക്കി കൊടുത്തുകൊണ്ട് ദൈവത്തിന് പാപം ക്ഷമിക്കാൻ അധികാരമുള്ള ആ ദൈവം താൻ തന്നെയാണെന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടെ യേശു ക്രിസ്തു ഇതാ വയ്ക്കുന്നു. അതിൻ്റെ ഒരു തെളിവിന് വേണ്ടി യേശുവിത വീണ്ടും ചെയ്യുക, അവരുടെ ഹൃദയ വിചാരങ്ങളെ അറിഞ്ഞുകൊണ്ട്, ആ ഹൃദയ വിചാരങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ദൈവം ചെയ്യുന്നൊരു പ്രവൃത്തി. ദൈവത്തിന് മനുഷ്യൻ്റെ ഹൃദയത്തെ അറിയാൻ കഴിയും, ഹൃദയ വിചാരങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. താൻ ദൈവമാണെന്ന് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കൂടി വയ്ക്കുന്നു. ഇനി ആ അധികാരത്തെ യേശു ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണ്. എഴുന്നേറ്റ് കിടക്കയും എടുത്ത് പോവുക എന്ന് വ്യക്തമായിട്ട് കർത്താവ് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുക, ഫിസിക്കലി അത് ചെയ്ത് കാണിച്ചു കൊടുക്കുക. ഇത്രയും കാര്യം നമുക്ക് ഈ ദൈവവചനത്തിൽ വളരെ കൃത്യമായി ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. നമ്മൾ അതരം കൊണ്ട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നതല്ല, ദൈവം നോക്കുക നമ്മുടെ ഹൃദയത്തെയാണ്. നീ എത്ര അതരം കൊണ്ട് വിളിച്ചാലും, എത്ര അതരം കൊണ്ട് കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചാലും കർത്താവ് പറയുക നിന്റെ ഹൃദയത്തെ അറിയുന്നവനാണ് ഞാൻ. അതാ ഹെബ്രായ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 12 മുതൽ വാക്യങ്ങൾ പറയുന്നത്. നിന്റെ ഹൃദയത്തെ പരിശോധിച്ച് അറിയുന്നൊരു ദൈവമാണ്. നിനക്ക് ദൈവത്തിൽ നിന്നും ഒന്നും മറച്ചു വയ്ക്കാൻ സാധിക്കത്തില്ല. അത് കർത്താവ് വ്യക്തമായിട്ട് ഹെബ്രായ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 12 മുതൽ ആ വാക്യം കൂടി നമുക്കൊന്ന് വായിക്കാം. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും, ചേതനയിലും ആത്മാവിലും സന്ധിബദ്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ഈ വചനം എവിടെയൊക്കെ തുളച്ചു കയറും? ദൈവത്തിൻ്റെ വചനം നിന്റെ മജ്ജയിലും നിന്റെ സന്ധിബന്ധങ്ങളിലും നിന്റെ ശരീരത്തിലും സകലത്തിലും നീ എവിടെ ഒളിപ്പിച്ചാലും, നിന്റെ പാപത്തെ നീ എവിടെ മറച്ചു വെച്ചാലും അവിടെയെല്ലാം പോയി നോക്കാനും അറിയാനും നിന്റെ പാപത്തെ പുറത്തു കൊണ്ടുവരുവാനും അതിൻ്റെ ഹൃദയ വിചാരങ്ങളെയും ചിന്തകളെയും മനസ്സിലാക്കാനും കഴിവുള്ളവനാണ് ദൈവത്തിൻ്റെ വചനം. ആ വചനമാണ് മാംസമായി മറിയത്തിൻ്റെ ഉദരത്തിൽ വന്നത്. ആ മാംസമാണ്, ആ വചനമാണ് നമ്മുടെ മുൻപിൽ യേശുവായി ശരീരം ധരിച്ചു വന്ന് നിൽക്കുന്നത്. അവന് വ്യക്തമായിട്ട് അറിയാം നിന്റെ ഹൃദയ വിചാരത്തെ, അവന് വ്യക്തമായി നിന്റെ ചിന്തകളെ സകലത്തെയും അറിയാൻ കഴിവുള്ളവനാ. അല്ലാതെ ഭൂമിയിലെ ഒരു ശരീരം സ്വീകരിച്ചു വന്നവനല്ല ക്രിസ്തു. സ്വർഗത്തിൽ നിന്നും യേശു വചനമാകുന്ന ക്രിസ്തു മാംസമായി നമ്മളുടെ ഇടയിലേക്ക് വന്നവനാ ക്രിസ്തു. ആ യേശു നിന്റെ ഹൃദയത്തെ അറിയുന്നവനാ. ആ വചനത്തിന് നിന്റെ ഹൃദയത്തെ അറിയാം, നിന്റെ ചിന്തകളെ അറിയാം, നിന്റെ തുണകളെയും നിന്റെ തിന്മകളെയും സകലത്തെയും അറിയാൻ കഴിവുള്ളവനാ. അവനെ മറയ്ക്കാൻ സാധിക്കത്തില്ല, അവനെ ഒളിച്ചു വെക്കാൻ സാധിക്കത്തില്ല. ദൈവമാണ് ഇത് പറഞ്ഞത്. ഹെബ്രായ ലേഖനത്തിൽ കൃത്യമായി കർത്താവ് തന്നെ ഈ വാക്യം നമ്മുടെ മുമ്പിൽ വെച്ചത്. യാതൊരു വിധത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒളിപ്പിക്കാൻ പറ്റത്തില്ല. ഇത് കർത്താവ് വീണ്ടും നിയമജ്ഞരോടും ഫരിസേയരോടും ഒരു സ്റ്റേറ്റ്മെൻറ്റോടുകൂടി ഇതിനകത്ത് പറയുന്നുണ്ട് വളരെ ക്ലിയർ ആയിട്ട്. അതായത് യേശുവിൻ്റെ വചനത്തിനാണ്, യേശു ക്രിസ്തുവിനാണ് പാപം മോചിക്കാൻ കഴിവുള്ളതെങ്കിൽ കർത്താവ് അവിടെ പറയാതെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞു ബലികൾ അർപ്പിക്കുക, കാഴ്ചകൾ അർപ്പിക്കുക, കാളക്കിടാങ്ങളെ കൊണ്ടുവരിക, ആടുകളെ കൊണ്ടുവരിക. ഇങ്ങനെ ഈ ബലികൾ അർപ്പിക്കുമ്പോൾ അവിടെ ഞാൻ നിന്റെ ബലികളിൽ പ്രസാദിച്ചുകൊണ്ട് നിന്റെ പാപത്തെ ക്ഷമിക്കാം എന്ന പഴയ നിയമത്തിൽ കിടക്കുന്നത് അല്ലേ? അങ്ങനെയല്ലേ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയിട്ടാണല്ലോ ഈ ബലികൾ അർപ്പിക്കുന്നത്. എന്നാൽ ക്രിസ്തുയേശു വ്യക്തമായിട്ട് പറയുക, നിന്റെ പാപങ്ങൾ മോചിക്കാൻ ഇതുകൊണ്ട് യാതൊരുവിധ ഗുണവുമില്ല. നിന്റെ കാഴ്ചകളോ നിന്റെ നേർച്ചകളോ നിന്റെ ബലികളോ യാതൊരു വിധത്തിലും നിയമജ്ഞ ഫരിസേയ നടക്കത്തില്ല. ഞാനാണ് അതിൻ്റെ അധികാരി. നിന്റെ പാപങ്ങൾ ക്ഷമിക്കുന്ന അധികാരമുള്ളവൻ ഞാനാണ്. എനിക്കല്ലാതെ പാപം മോചിക്കാൻ പറ്റത്തില്ല എന്ന് കൃത്യമായി അവരോട് പറഞ്ഞു കൊടുക്കുക യേശു. അത് വ്യക്തമായിട്ട്, അതാണ് അപ്പസ്തോല പ്രവൃത്തി അതിൻ്റെ 13-ാം അധ്യായം 38 മുതൽ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇത് തന്നെ അപ്പസ്തോലന്മാരുടെ പ്രസംഗത്തിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വ്യക്തമായിട്ട്. ആരാണ് എങ്ങനെയാണ് പാപങ്ങൾ മോചിക്കുന്നത്? ആ വാക്യം കൂടി നമുക്കൊന്ന് വായിക്കാം. സഹോദരരെ, നിങ്ങൾ ഇതറിഞ്ഞുകൊള്ളുവിൻ, നിങ്ങൾക്ക് പാപമോചനം പ്രഘോഷിക്കപ്പെട്ടിരിക്കുന്നത് ഇവൻ വഴിയത്രേ. യേശു ക്രിസ്തുവാണ് നിങ്ങൾക്ക് പാപമോചനം പ്രഘോഷിച്ചത്. പഴയ നിയമ ബലിയല്ല നിങ്ങൾക്ക് പാപമോചനം തരുന്നത്. ആ ബലിയിലൂടെ, അങ്ങനെ ഒരു ബലിയിലൂടെ നിനക്ക് പാപമോചനം നടക്കത്തില്ല. ഒന്നാമത്തേത് അവൻ നീക്കിക്കളഞ്ഞു. പൂർണ്ണമാക്കപ്പെടാൻ കഴിയാത്ത, വിടുവിക്കാൻ കഴിയാത്ത ഒന്നാമത്തേത് അവൻ നീക്കി, രണ്ടാമത്തേത് അവൻ സ്ഥാപിച്ചു. ആ സ്ഥാപിച്ചത് ക്രിസ്തു യേശു വഴിയാണ് പാപമോചനം പ്രഖ്യാപിക്കപ്പെട്ടത്. വീണ്ടും താഴോട്ട് വായിക്കുമ്പോൾ, വിശ്വസിക്കുന്നവർക്ക് അവൻ വഴി അവയിൽ നീതീകരണം ലഭിക്കും. നീ അവനിൽ വിശ്വസിച്ചാൽ അവൻ വഴി നീതീകരിക്കും. നിന്റെ പാപങ്ങൾ മോചിക്കാൻ കഴിവുള്ളവനാണ് അവൻ. നിന്റെ ദൈവമാണ് അവൻ. അവൻ ഇതാ പ്രസ്താവന വെച്ചിരിക്കുന്നു, അവൻ പാപങ്ങളെ അഴിപ്പാൻ കഴിവുള്ളവൻ യഹോവയായ ദൈവം ഞാനാണെന്ന് യേശു വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നു.
വീണ്ടും നിന്റെ ഹൃദയ വിചാരത്തെ അറിയാൻ കഴിവുള്ളവൻ ഞാനാണ്. പഴയ നിയമത്തെ മാറ്റാൻ കഴിവുള്ളവൻ, അധികാരമുള്ളവൻ ഞാനാണ്. പഴയ ബലികളെ മാറ്റി പുതിയത് സ്ഥാപിക്കാൻ അധികാരമുള്ളവൻ ഞാനാണ്. ഇതെല്ലാം യേശു ഈ ഒരു ചെറിയ സ്ഥലത്ത് കൃത്യമായി അവരെ പഠിപ്പിച്ചു വെക്കുക. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, യേശു എവിടെയാ താൻ ദൈവമാണെന്ന് പറഞ്ഞ വാക്യം എവിടെയാ? കൊണ്ടുവാ, ഞങ്ങൾ വിശ്വസിക്കാം. കൊണ്ടുവാ, ഞങ്ങൾ വിശ്വസിക്കാം, ഞങ്ങൾ സമ്മതിക്കാം. എടാ, കർത്താവ് തൻ്റെ സുവിശേഷ വേലയിൽ മുഴുവനും, തൻ്റെ പ്രഘോഷണത്തിൽ മുഴുവനും, തൻ്റെ അത്ഭുതങ്ങളിൽ മുഴുവനും, തൻ്റെ പ്രവൃത്തികളിൽ മുഴുവനും താൻ ദൈവമാണെന്ന് തെളിയിച്ചുകൊണ്ടുള്ള പ്രസ്താവനകളും താൻ ദൈവമാണെന്ന് തെളിയിച്ചുകൊണ്ടുള്ള പ്രവൃത്തികളും ചെയ്തുകൊണ്ടിരിക്കുന്ന യേശുവിനെ നമ്മൾ കാണുക. അല്ലാതെ MLA മുമ്പിൽ പോയിന്ന് ഞാനാണ് സെക്രട്ടറി എന്ന് പറയുന്ന ഒരു തലമല്ല നമ്മുടെ കർത്താവിന്. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ദൈവം ആ സ്ഥാനമേ ഉള്ളൂ, അത്രയേ ഉള്ളൂ ആ ദൈവത്തിന്. കാരണം സ്വയം താൻ ദൈവമാണെന്ന് പറഞ്ഞാൽ മാത്രം വിശ്വസിക്കാൻ, അവൻ്റെ പ്രവൃത്തികൾ കണ്ട്, യേശു പറഞ്ഞു എൻ്റെ പ്രവൃത്തികൾ കണ്ടിട്ടെങ്കിലും നിങ്ങൾ എന്നിൽ വിശ്വസിക്കുവിൻ, എൻ്റെ പ്രവൃത്തികൾ കണ്ടിട്ടെങ്കിലും നിങ്ങൾ എന്നെ മനസ്സിലാക്കുവിൻ എന്ന് കൃത്യമായിട്ട് ദൈവം പറയുകയാണ്. ലൂക്കാ സുവിശേഷം അതിൻ്റെ 24-ാം അധ്യായം അതിൻ്റെ 47-ാം വാക്യം വായിച്ച് നമ്മൾ ഇന്നത്തെ വചനചിന്ത അവസാനിപ്പിക്കുക. ലൂക്കാ സുവിശേഷം 24-ാം അധ്യായം 47-ാം വാക്യം. പാപമോചനത്തിലുള്ള അനുതാപം അവന്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച്, നമ്മൾ നേരത്തെ വായിച്ചു, യേശുവാണ് ഈ പാപമോചനം പ്രഖ്യാപിച്ചത്. ആ സുവിശേഷം പ്രഖ്യാപിച്ചു തുടങ്ങിയത് യേശുവാണ്. ഇതാ യേശു തന്നെ പറയുകയാണ്, പാപമോചനത്തിലുള്ള അനുതാപം. വായിച്ചോ, ആ വാക്യം വായിച്ചോ. പാപമോചനത്തിലുള്ള അനുതാപം അവന്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഒരു ഓർഡർ വെച്ചിരിക്കുക. ഒന്ന്, അവൻ അനുതപിക്കണം, അവൻ വിശ്വസിക്കണം, അപ്പോഴാണ് അവന് പാപമോചനം ലഭിക്കുന്നുള്ളൂ. വെറുതെ പോയി കുനുകുനു ഓട്ടേക്കൂടെ കുശു പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്നതല്ല നിന്റെ പാപം. പാപബോധമില്ലാതെ നീ പോയി പറഞ്ഞാൽ ആ പാപത്തിന് യാതൊരുവിധ അടിസ്ഥാനവുമില്ല. യഥാർത്ഥത്തിൽ പാപബോധം വേണം, ഒന്ന്. രണ്ട്, അനുതാപം വേണം. അതാണ് വ്യക്തമായിട്ട് പറയുന്നത്, പാപമോചനത്തിലുള്ള അനുതാപം. ആ അനുതാപമില്ലാതെ നിന്റെ പാപം മോചിക്കപ്പെടത്തില്ല, നിന്റെ പാപം നിന്നിൽ നിന്നും മായ്ക്കപ്പെടത്തില്ല. ആ പാപം നിന്നിൽ തന്നെ നിൽക്കും. അതുകൊണ്ടാണ് ഇന്ന് പലർക്കും ഒരു സൗഖ്യം ലഭിക്കാത്തത്. ആഗ്രഹമുണ്ട്, പക്ഷേ ആഗ്രഹം നടക്കുന്നില്ല. വചനം നീ കേൾക്കുകയും ആ വചനം നിന്നെ സ്വതന്ത്രനാക്കുകയും ആ വചനം നിന്നെ വിടുവിക്കുകയും ചെയ്യും. സത്യവചനം നിന്റെ ഹൃദയത്തിൽ വരുമ്പോഴാണ് നിന്നെ വിടുവിക്കാൻ കഴിവുള്ള ദൈവത്തിൽ നീ മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്യുക. അതുകൊണ്ടാണ് ലൂക്കാ സുവിശേഷം വ്യക്തമായിട്ട് പറയുന്നത്. ആ വാക്യം ഒന്നൊരു വായിച്ചോ, ഫുള്ള് നമുക്കൊന്ന് വായിക്കാം. ആ വാക്യം, പാപമോചനത്തിലുള്ള അനുതാപം അവന്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും, സകല ജനതകളോടും പ്രഘോഷിക്കപ്പെട്ട് ഇന്ന് നമ്മളും ലോകം മുഴുവനും ഇതേ സുവിശേഷം, ഇതേ പ്രത്യാശ, ഇതേ അനുഗ്രഹത്തിലേക്ക് നമ്മളും കടന്നു വരികയാണ്. നമ്മൾ മനസ്സിലാക്കണം, ആ ദൈവത്തിൻ്റെ സ്നേഹം എത്രത്തോളം വലുതാണ്. പിതാവായ ദൈവത്തിൻ്റെ, പുത്രനായ യേശുവിൻ്റെ, നമ്മളോട് കൂടെ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം എത്രത്തോളം വലുതാണ്. കാരണം യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പാപ പരിഹാര ബലിയായി അർപ്പിക്കപ്പെട്ടുകൊണ്ട് അവൻ ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ്, പാപമോചനത്തിനുള്ള സുവിശേഷം അവൻ പ്രഘോഷിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ആ വിശ്വാസപ്രകാരം ലോകം മുഴുവൻ അനുതാപത്തിലേക്കും അനുഗ്രഹത്തിലേക്കും വിടുതലിലേക്കും പാപമോചനത്തിലേക്കും വരണമെന്ന് ദൈവം ആഗ്രഹിച്ചു. അതിനാ കർത്താവിനെ നമുക്ക് നൽകിയത്.